ഹായ് എല്ലാവർക്കും നമസ്കാരം. സയൻസ് ടെക് ലേണിംഗ് ആപ്പിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 2021 റിവിഷൻ പോളിടെക്നിക്കിൻ്റെ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന സെമസ്റ്റർ 1-ൻ്റെ അതായത് മാത്തമാറ്റിക്സ് 1-ൻ്റെ പരീക്ഷ പേപ്പർ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ആൻസറൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിലിപ്പം ആദ്യം നമ്മൾ പാർട്ട് എയിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. അപ്പോൾ അത് നമ്മൾ എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും 9 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കരസ്ഥമാക്കാനായിട്ട് കഴിയും. ശരി, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഞാൻ ആൻസർ എഴുതി പോകുന്നേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൻസർ മാത്രം നോക്കാം. അപ്പോൾ അത് തന്നിരിക്കുന്നത് Z is equal to 4 + 3i ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കിതിൻ്റെ കോഞ്ചുഗേറ്റാണ് വേണ്ടുന്നത്. പറഞ്ഞിട്ടുണ്ട് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ ഐയുടെ ടേമിൻ്റെ ചിഹ്നം അങ്ങ് മാറ്റിയാൽ മതി. ഇവിടെ ഇപ്പോൾ നോക്ക്, ഐയുടെ ടേം എന്തുവാ നോക്ക്, ഐ ആണ്ട് 3i എന്നായിരിക്കുന്നത്. അതിൻ്റെ ടേമിൻ്റെ ചിഹ്നം നമുക്കറിയാം ഇവിടെ എന്താ, പ്ലസ് ആണ്. അപ്പോൾ ഇസഡ് കോഞ്ചുഗേറ്റ് എങ്ങനെ, ഇസഡിൻ്റെ മേലെ ഒരു വര എഴുതും, എന്തെഴുതും, 4 - 3i. കണ്ടോ, ഇതാണ് നമ്മുടെ ഉത്തരം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ ഹാവിങ് സ്ലോപ്പ് 1/2 ആൻഡ് y ഇൻ്റർസെപ്റ്റ് -3. അപ്പം അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും. അപ്പോൾ സ്ലോപ്പ് m നമ്മൾ പറയും, എമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1/2 എന്ന് പറയുന്നത്. y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ പറയുന്നത് y ഇൻ്റർസെപ്റ്റ് c എന്ന് പറയുന്നത് എത്ര, -3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ആ സ്ട്രൈറ്റ് ലൈനും അതിൻ്റെ ഡീറ്റെയിൽസും തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ y is equal to mx + c എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വിലയും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തുവാ, y equal to എമ്മിൻ്റെ സ്ഥാനത്ത് 1/2 x + സിയുടെ സ്ഥാനത്ത് -3. ഒന്ന് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ എത്ര വരും? നമുക്ക് എല്ലാത്തിനും ഒരു 2 കൊണ്ട് അങ്ങ് ഗുണിക്കാം. അപ്പോൾ എത്ര ഒരു 2y = x - 6 എന്ന് വരും. കണ്ടോ, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇവിടെ വരെ എഴുതി നിർത്തിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് tan² 60 + tan² 45. അത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം ഇവിടുന്ന് tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. അതുപോലെ തന്നെ tan 45 എന്ന് പറഞ്ഞാൽ എത്ര, 1 ആണ്. അപ്പം നമുക്കിവിടെ എന്തെഴുതാം, tan² 60 + tan² 45 = എത്ര, √3യുടെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണേ, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണേ. ആൻസർ 4. കണ്ടോ, സിമ്പിൾ, ഒന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫോർമുല ഫോർ tan a + b. ഒന്നുമില്ല, ഇത് ഫണ്ടമെൻ്റൽ ഫോർമുല. tan of a + b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പല ആവർത്തി പഠിച്ചത്. എന്തുവാ, tan a + tan b / 1 - എന്തുവാ, tan a tan b. ഇത്രയേ ഉള്ളൂ, ചീള് കേസ്. ഇത് എഴുതി വെച്ചാൽ നമുക്ക് ആ 1 മാർക്കിന് കിട്ടും. ജസ്റ്റ് ഫോർമുല മാത്രം എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ sin 3a. ഒന്നുമില്ല, അത് അതിനേക്കാളും വലിയ എളുപ്പം. sin 3 എന്ന് പറഞ്ഞാൽ എന്തുവാ, sin 3 എന്ന് പറഞ്ഞാൽ 3 sin a - 4 sin³ a. കണ്ടോ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കിന് കിട്ടും. നമുക്കൊന്നും ആലോചിക്കാനില്ല. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു തന്നേക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് എന്തുവാ, ലിമിറ്റ് x → 0 2 + 3x / 4 - 5x. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടുന്നത്, അതായത് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കേണ്ടതാണ് ഇതിനാണ്. ആ കൊടുക്കേണ്ടത് എന്തുവാ, എക്സിന് വരെ 0 കൊടുക്കണ്ടേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ കുഴപ്പം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലം. അപ്പോൾ എത്ര, 2 + 3 × 0 / 4 - 5 × 0 എന്ന് വരും. അപ്പോൾ എത്ര വരും, 2 / 4 എന്ന് വരും. ആൻസർ എത്ര വരും, 1/2 എന്ന് വരും. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി. കണ്ടോ, മനസ്സിലായോ, എത്ര ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. 7ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് dy/dx if y = sin x + e⁻x. കണ്ടോ, അതാ തന്നിരിക്കുന്നത്. സോ dy/dx = ഒന്നുമില്ല, ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ, cos x പ്ലസ് e⁻x-നെ 1000 അല്ല 10000 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താലും e⁻x തന്നെ. ഇതാണ് നമ്മുടെ ഉത്തരം. കണ്ടോ, സിമ്പിൾ, ഇത്ര ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്തുവാ, sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x, e⁻x-ൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. എത്ര പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താലും ഇത് മാറത്തില്ല. കിട്ടി. അടുത്ത ഫൈൻഡ് dy/dx if xy = c. അപ്പോൾ ഇത് പിന്നെ എന്തുവാ, പ്രോഡക്റ്റ് ഉള്ള വെച്ചാൽ ചെയ്യേണ്ടത് xy = c.
അപ്പം രണ്ട് രീതി ചെയ്യാം. ഇവിടുന്ന് വേണമെങ്കിൽ y ഈക്വൽ ടു സി ബൈ എക്സ് എന്ന് എഴുതാം. y ഈക്വൽ ടു സി ബൈ എക്സ് എന്ന് എഴുതാം. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചാൽ എത്ര വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സി ഇഞ്ഞ് മാറ്റി നിർത്താം. ബാക്കി 1/x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -1/x². കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഇതല്ലാതെ വേറെ രീതിയിൽ എഴുതാം. എന്തുവാ? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, പ്ലസ് എന്തുവാ? പ്രോഡക്റ്റ് ഉള്ള ഉപയോഗിക്കുവാന്നേ, പ്രോഡക്റ്റ് ഉള്ള എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എന്തുവാ അടുത്തത്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് അടുത്തതിന് എന്തുവാ വേണ്ടുന്നത്? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിട്ട് 0 വരും. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നത്? ഡി വൈ ബൈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര വന്നു? -y എന്ന് വന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര വന്നു? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര വന്നു? -y/x എന്ന് വന്നു. പക്ഷേ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? വൈയുടെ സ്ഥാനത്ത് നമുക്ക് ആൻസർ കൊടുക്കാമല്ലോ. y എന്ന് പറഞ്ഞാൽ c/x ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അത് -c/x² എന്ന് ഉത്തരം വരും. കണ്ടോ, രണ്ട് കേസിൽ നമുക്ക് ഒരേ ഉത്തരം കിട്ടി. -c/x² എന്ന് കിട്ടി. കണ്ടോ, ഈ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇത് രണ്ടും ആൻസർ കറക്റ്റാണ്. അടുത്ത y ഈക്വൽ ടു e/x തന്നേക്കുക. y ഈക്വൽ ടു e/x ചെയ്യാൻ പോലും ഇല്ല ഇതിനകത്ത്. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം കേട്ടോ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര? e/x. അതായത് e/xനെ എത്ര പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി വീണ്ടും d²y/dx² എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ഉത്തരത്തിനെ വേണം ഇനി ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പോൾ എത്ര വരും? ഈക്വൽ ടു വീണ്ടും e/x. കണ്ടോ, അതായത് ഇപ്പം ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കിട്ടിയ ഉത്തരത്തിനെയാണ് വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുത്തത്. അത് e/x ആയതുകൊണ്ട് പിന്നെ ആൻസർ e/x തന്നെ കിട്ടി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. എങ്ങനെയുണ്ട്? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം.